നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ ഭയപ്പെടുത്തി മെരുക്കുന്ന തന്ത്രത്തിലേക്കാണ് ട്രംപ് നീങ്ങുന്നത്. വാഷിംഗ്ടൺ യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാന്റാനാമോ തടവറയിലാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്വാന്റാനാമോ ബേയിൽ 30,000 കുടിയേറ്റക്കാർക്കുള്ള സൗകര്യമൊരുക്കാനാണ് നീക്കം. പെന്റഗണിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനും ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകുമെന്ന് ട്രംപ് പറഞ്ഞു. ക്യൂബയിലെ ഗ്വാന്റാനാമോ ബേയിലെ യുഎസ് നാവിക താവളത്തിലാണ് അതിസുരക്ഷാ ജയിൽ. ഭീകരരെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ യുഎസ് തുടരുകയാണ്. 30,000 പേരെ ഇവിടെ പാർപ്പിക്കാനാണ് സാധിക്കും. തടവറയിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയും അനധികൃത കുടിയേറ്റക്കാരെയും ഗ്വാന്റാനാമോയിൽ പാർപ്പിക്കും. അതേസമയം ട്രംപിന്റെ നടപടി അതിക്രൂരമാണെന്ന് ക്യൂബ പ്രതികരിച്ചു. 30,000 കിടക്കുകളുള്ള സൗകര്യമുള്ള ഗ്വാന്റാനാമോയിലെ തടവറയിലേക്ക് അയക്കുക ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ ആകുമെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ പാർപ്പിക്കാനുള്ള കേന്ദ്രമായി ഗ്വാന്റാനാമോയെ ഉപയോഗിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. സമാനമായ പദ്ധതിയെക്കുറിച്ച് നേരത്തെ യുഎസിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം നേരത്തെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ട്രംപ് ഈ ആശയത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. പല രാജ്യങ്ങളും അമേരിക്ക മടക്കി അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ മടി കാണിക്കുമ്പോഴാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. കുപ്രസിദ്ധമായ ജയിലിലേക്ക് അയക്കുമെന്ന പ്രഖ്യാപനത്തോടെ അനധികൃത കുടിയേറ്റക്കാർ തിരികെ പോകാൻ തയ്യാറാകുമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ക്യൂബയിലെ ഗ്വാന്റാനാമോ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ രഹസ്യ തടവറയാണ് ഗ്വാന്റാനാമോ ബേ. ഭൂമിയിലെ നരകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്വാന്റാനാമോ തടവറ സമുച്ചയം കുപ്രസിദ്ധമാണ്. സിഐഎ പിടികൂടുന്ന ഭീകരരെ പാർപ്പിക്കാൻ നിർമ്മിച്ച തടവറയിൽ ഗുരുതര മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തടവുകാരുടെ മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് തടവറ കുറച്ചു കാലം മുമ്പ് അടച്ചുപൂട്ടിയിരുന്നു. സിഐയുടെ പിടിയിലാകുന്ന കുറ്റവാളികളെ രഹസ്യമായി പാർപ്പിക്കാൻ 2006 ഡിസംബറിലാണ് ഗ്വാന്റാനാമോയിൽ ക്യാമ്പ് 7 തുറന്നത്. തടവുകാരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിനാണ് നാവിക താവളമായ ഗ്വാന്റാനാമോയിൽ യുഎസ് ആൽഫ, ബ്രാവോ, ഗോൾഫ്, ഡാൽറ്റ എന്നീ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചത്. 2001 വേൾഡ് ഗ്രേഡ് സെന്റർ ആക്രമണവും അമേരിക്കയുടെ അഫ്ഗാൻ ആക്രമണവുമാണ് ഗ്വാന്റാനാമോ തടവറകളെ വാർത്തയിലേക്ക് കൊണ്ടുവന്നത്. തടവറയിൽ നിന്ന് പുറത്തുവന്ന അപൂർവം ചിലരുടെ വെളിപ്പെടുത്തലുകളാണ് ക്യൂബയിലെ അമേരിക്കൻ നാവിക താവളമായ ഗ്വാന്റാനാമോ തടവറകളിലെ കൊടിയ പീഡനങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. തുടർച്ചയായ മർദ്ദനവും, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, ദീർഘനാൾ തല മൂടിക്കെട്ടുക, ലൈംഗികമായ പീഡനങ്ങൾ, നിർബന്ധിത മരുന്ന് കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് മോചിതരായവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പ് 7 ഇപ്പോഴുള്ള തടവുകാരിൽ 5 പേർ 2001 സെപ്റ്റംബർ 11 ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരാണ്. ഗ്വാന്റാനാമോ അടച്ചുപൂട്ടുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാന്റാനാമോയിലേക്ക് അയക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തോടെ വിവാദ തടവറ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ഇന്ത്യക്കാർ അടക്കം വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡുകളും വ്യാപകമായി നടക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരുടെ സാന്നിധ്യം പരിശോധിക്കാൻ യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ പരിശോധന നടത്തിയിരുന്നു.